ഞാൻ എന്നതിനൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഞങ്ങൾ ഇനിയും ഉണ്ടാകും. ഇത്രയും നാൾ എത്രയോ നിരാശ്രയരായ ആളുകൾക്ക്, നിരാലംബർക്ക് അത്താണിയാകുവാൻ ആശ്രയത്തിന് സാധിച്ചിട്ടുണ്ട്. ആശ്രയത്തിൻ്റെ ബഹുമാനപ്പെട്ട പേട്രന്മാർ എല്ലാം ഇവിടെയുണ്ട്. ഞങ്ങൾ ഇന്നും മാതൃകാപരമായ അതുപോലെയുള്ള പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശ്രയത്തിൻ്റെ ഈ ഹൃദയ സംഗമം 2025 സ്വാഗതം. ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒട്ടും കാലതാമസം ഉണ്ടാകാതെ എത്രയും വേഗം തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യമേ ആശ്രയത്തിൻ്റെ ഈ പ്രോഗ്രാം കൺവീനർ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ നെടുമണ്ണിലിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആശ്രയം കുടുംബാംഗങ്ങൾക്കും വിശിഷ്ടാതികൾക്കും സ്വാഗതം ആശംസിക്കുക എന്ന ഒരു ചെറിയ ചടങ്ങാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കടക്കുകയാണ്, വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടുക്കി MP, നമ്മളുടെ എല്ലാം കുടുംബാംഗം, നമ്മുടെ പ്രിയങ്കരനായ, നമ്മളോട് എപ്പോഴും സഞ്ചരിക്കുന്ന ശ്രീ ഡീൻ കുര്യാക്കോസിനെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ആശ്രയത്തിൻ്റെ എല്ലാമായി നമ്മളെ നയിക്കുന്ന നെടുന്തൂണായ നമ്മുടെ സ്വന്തം പ്രസിഡന്റ്, നമ്മുടെ സ്വന്തം കാർന്നവർ, നമ്മുടെ സ്വന്തം റഷീദ് ക, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആശ്രയത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ള ആശ്രയത്തിൻ്റെ സെക്രട്ടറി ശ്രീ ദീപു തങ്കപ്പനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ്രയം ലേഡീസ് വിങ്ങിൻ്റെ സെക്രട്ടറി ശ്രീ ശാലിനി സജി, അതുപോലെ ആശ്രയത്തിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ സിനിമോളിത്ത, ഇവർ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ആശ്രയത്തിൻ്റെ രക്ഷാധികാരി, നമ്മുടെ സാമ്പത്തിക സ്രോതസ്, നമ്മളുടെ നെടുന്തൂൺ, നമ്മുടെ നട്ടൽ എന്നെല്ലാം പറയാവുന്ന നമ്മുടെ സ്പോൺസർമാരും നമ്മുടെ രക്ഷാധികാരിയുമായ ശ്രീ ഉമ്മർ അലിക്ക, നജി ചേട്ടൻ, സമീർ പൂക്കുഴി, സുനിൽ പോളേട്ടൻ എന്നിവരെ സ്നേഹത്തോടെ ആശ്രയത്തിൻ്റെ പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത മറ്റ് രക്ഷാധികാരികളെയും ഞാൻ ആശ്രയത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള മറ്റെല്ലാ സ്പോൺസർമാരെയും സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് ആശ്രയത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വളരെ വിശിഷ്ടമായ ഒരു അതിഥിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ ഒട്ടുമിക്കവർക്കും അറിയാം. എന്നിരുന്നാലും അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ചാരിറ്റി മേഖലയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പരിചരണ മേഖലയിൽ കേരളത്തിലെന്നല്ല ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന രീതിയിൽ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ കാസിം അൽഷിഫ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കെല്ലാം പ്രിയപ്പെട്ട, നമ്മളെല്ലാം അറിയപ്പെടുന്ന നമ്മളുടെ ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി, SBK റിയൽ എസ്റ്റേറ്റ്, കാരുണ്യ മേഖലയിൽ ചാരിറ്റി രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന പീസ് വാല്യൂയുടെ വൈസ് ചെയർമാൻമായ ശ്രീ VA ഹസനക്കായെ ഈ വേദിയിലേക്ക് ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി UAE KMCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അൻവർ നഹ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് പൂർണ്ണമായ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച മറ്റെല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞാൻ ഈ ആശ്രയത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ കമ്മിറ്റി മെമ്പർമാർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, അവരെയെല്ലാം പേരെടുത്ത് പറയാൻ സാധിക്കില്ല. അവർ ഓരോരുത്തരുടെയും എൻ്റെ പേരിലും ആശ്രയത്തിൻ്റെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവസാനമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷംസുദ്ദീൻ. അടുത്തതായി ഈ ചടങ്ങിന് പ്രസിഡൻഷ്യൽ അഡ്രസ്, അതിനായി ആശ്രയത്തിൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഞങ്ങളുടെ പ്രസിഡൻ്റായി തുടരുന്ന ബഹുമാനപ്പെട്ട റഷീദ് കോട്ടയിലിനെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനം നിറഞ്ഞ വിശിഷ്ടാതിഥികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട MP, നമ്മുടെ പ്രിയങ്കരൻ്റെ ഹസനക്ക, ഡോക്ടർ കാസിം, മറ്റ് നമ്മുടെ രക്ഷാധികാരി ഉമറലി, നജി, ശ്രീ ബേബി ചേട്ടൻ തുടങ്ങിയ രക്ഷാധികാരികൾ,
പ്രിയം നിറഞ്ഞ എൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ജനപ്രതികൾ, നമുക്ക് വിശിഷ്ടമായി എത്തിയ അൻവർ നഹ KMCC നേതാവ് അൻവർ നഹ തുടങ്ങിയവരെ, സമയം അല്പം വൈകിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മാത്രം ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ആശ്രയത്തിൻ്റെ ചരിത്രം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ജാതി മത രാഷ്ട്രീയ കക്ഷിഭേദമൊന്നുമില്ല. മുതലാളി എന്നോ തൊഴിലാളി എന്നോ ഭേദമൊന്നുമില്ല. ഒറ്റ കുടക്കീഴിൽ 25 വർഷക്കാലം നമ്മൾ ഒരു കുടക്കീഴിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംഘടന. ഏകദേശം 1500ഓളം അംഗങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ഈ പരിപാടിയിൽ തന്നെ 1000 ചില അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെ 5 മണിക്ക് രാത്രി 9 മണിക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. ഇതെല്ലാം കാണിക്കുന്ന നമ്മുടെ സംഘടന ഏത് രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു. ഖുർആനിലുള്ള വചനമുണ്ട്, നിങ്ങളെ ഞാൻ ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു. ആദ്യം ആദമിനെ സൃഷ്ടിച്ചു, പിന്നെ ഹവ്വ അതിൻ്റെ ഭാര്യയെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ഒറ്റ ആത്മാവിൽ. അതിൽ നിന്ന് ധാരാളം ജനങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം ആ ഖുർആൻ വചനം പറയാണ്. താങ്ക് യു. ഇനി അടുത്തതായി ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ആദരണീയനായ നമ്മളെല്ലാവരും 1,75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്ത് സ്ഥിരമായി ഇനി ജയിപ്പിച്ചു ഇടാൻ പോകുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി ആകാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഏറെ ആദരണീയനായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, അദ്ദേഹത്തെ ഹർഷാരവത്തോടെ നിറഞ്ഞ കയ്യടികളോടെ. ബഹുമാനായ ആശ്രയത്തിൻ്റെ പ്രസിഡൻറ്റ് റഷീദ് ഖാ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആശ്രയം കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമർ അലി ഖാ, ശ്രീ സുനിൽ പോള്, ഡോക്ടർ കാസിം, അതുപോലെ പ്രിയപ്പെട്ട ഹസനിക്ക, പ്രിയപ്പെട്ട ജോൺസൺ ജോർജ്, ശാലിനി വർഗീസ്, ആശ്രയത്തിൻ്റെ എല്ലാമായ സഹോദരന്മാരെ, ഒരിക്കൽ കൂടി ആശ്രയം വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷത്തിലാണ് ഞാൻ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴ കോതമംഗലം ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത ഒറ്റ നാടാണ്. ഞാൻ പൈങ്ങോട്ടൂർ പഞ്ചായത്തുകാരനാണ്. പൈങ്ങോട്ടൂർ പഞ്ചായത്ത് കോതമംഗലം താലൂക്കിലാണ്. എന്നാൽ എൻ്റെ അസംബ്ലി നിയോജക മണ്ഡലം മൂവാറ്റുപുഴയാണ്. എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് കോതമംഗലമാണ്. അസംബ്ലി മൂവാറ്റുപുഴയാണ്. അപ്പം ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ബന്ധപ്പെടൽ, 2 സ്ഥലത്തിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മറ്റ് പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഇതൊരു നാച്ചുറലായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരു പ്രയോഗം അൺനാച്ചുറലായി സംഭവിച്ചാൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊരു ഭാരമായിരിക്കും. പക്ഷേ ഇത് കുടുംബ ബന്ധമാണ്. ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇനി ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഭദ്രദീപം കൊളുത്തിയുള്ള ഉദ്ഘാടന ചടങ്ങാണ്. അതിനായിട്ട് താഴെ പറയുന്ന ആളുകളെ ഞാൻ ക്ഷണിക്കുന്നു. ആശ്രയത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ റഷീദ് കോട്ടയിൽ, ആശ്രയത്തിൻ്റെ പേട്രൺ ശ്രീ ഉമർ അലി, ആശ്രയത്തിൻ്റെ സെക്രട്ടറി ദീഗ്ബു തങ്കപ്പൻ, ആശ്രയത്തിൻ്റെ മറ്റൊരു പേട്രനായ ശ്രീ സമീർ പൂക്കുഴി, ആശ്രയത്തിൻ്റെ ഫൗണ്ടർ സെക്രട്ടറി സുനിൽ പോൾ, ആശ്രയം ലേഡീസ് വിങ്ങിൻ്റെ ശാലിനി വർഗീസ്, സെക്രട്ടറി, പ്രസിഡന്റ് സിനിമോൾ അലിക്കുഞ്ഞ്, ബഹുമാനപ്പെട്ട ശ്രീ ആശ്രയത്തിൻ്റെ മറ്റൊരു പേട്രൺ നെജി ജെയിംസ്, MD റിയർ വാട്ടർ,
തുടങ്ങി ഇനി മറ്റ് എമിറേറ്റുകളിലെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും പെട്ടെന്ന് റാസൽ ഖൈമയെ പ്രതിനിധീകരിച്ച് റാസൽ ഖൈമ ആശ്രയത്തിൻ്റെ പ്രസിഡന്റ് കോയാൻ, ഷാർജ ആശ്രയത്തിൻ്റെ പ്രസിഡന്റ് സജിമോൻ, സെക്രട്ടറി ഷാജഹാൻ, ദുബായ് ആശ്രയം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അസീസ് മുളാട്ട്, അതിന് സെക്രട്ടറി അഭിലാഷ് ജോർജ്, ആശ്രയം അബുദാബിയുടെ പ്രസിഡന്റ് മൈസെൽഫ് അജാസ് ആൻഡ് സെക്രട്ടറി റെയ്സ്, അലൈൻ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ബോബിൻ ആൻഡ് സെക്രട്ടറി ജിൻറ്റോ എന്നിവരെ ആദരപൂർവ്വം ഈ ലൈറ്റിംഗ് സെറിമണിയിലേക്ക് ക്ഷണിക്കുന്നു. സർ. ആശ്രയത്തിൻ്റെ ട്രഷർ താങ്ക് യു. അടുത്തതായി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ നെടുന്തൂണുകളായി അല്ലെങ്കിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സ്പോൺസേഴ്സാണ്. ഇവരാരും പുറത്തുനിന്നുള്ളവരല്ല, ഇവരെല്ലാവരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. താഴെ പറയുന്ന എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്കുള്ളൊരു ചെറിയ ആദരം, ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം അവർ എൻഡ്. നെജി ജെയിംസ് MD റിയൽ വാട്ടേഴ്സ്, ബഹുമാനപ്പെട്ട ശ്രീ ഒമർ അലി CEO of Safe Care Holdings, Ismail Router Fine Fair, Samir Pukuri Zenha Lifestyle, Sri Anand Jiji Landmark Group Silver Parts, Sunil Paul Finesse Softwares, Shamsuddin Nedumanil Meher Foods, അദ്ദേഹം ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ കൂടിയാണ്, ബേബി ജോസഫ് മടത്തിക്കുടിയിൽ AC Tools, ഷിയാസ് ഹസൻ Richmond and Middle East Oil Trading Company, John Emmanuel Gayati Construction, Harish Thotatikulam Excel Astra Construction and Aftab Harish Tours, Naushad Agatur MyGSM.me, Babu Kandamkulathil YMS Engineering, Jain Paul or Manoj Innobit, Salim Kamalaya Green Sky Logistics, and Ibrahim Cherugapillil Expedia Scrap, and representatives of UBL Media, Mr. Bipin John. ഇവരെ എല്ലാവരെയും, ഇവർ നമ്മളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സാണ്, അവരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ സപ്പോർട്ടിംഗ് സ്പോൺസേഴ്സ് ഉണ്ട്. എല്ലാവരെയും വിളിക്കാനുള്ള ഒരു സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അവരുടെ പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നു. അൽ അറബ് ടൂറിസം ഷിയാസ്, കെന്റ് ഹെൽത്ത് കെയർ ഷൗക്കത്ത്, ഫുഡീസ് റെസ്റ്റോറൻറ്റ് ബിനീഷ്, എനർജിയം ഗൾഫ് ഷൈൻ, അൽ ഹിസാബ് അൽ ഷാമിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രതിനിധി, മീക്കാത്ത് ഓഡിറ്റേഴ്സ് മുനീർ, ഫാക്സ് ERP രാജേഷ്, UBL. ഇവരോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അടുത്തതായി 1-2 ഫെലിസിറ്റേഷൻസ് മാത്രമാണുള്ളത്. അതിനായിട്ട് ആശ്രയത്തിൻ്റെ പേട്രൺ ബഹുമാനപ്പെട്ട ശ്രീ ഉമർ അലി, അദ്ദേഹത്തെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി
എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് റഷീദ്, നമ്മുടെ ചീഫ് ഗസ്റ്റ് MB ദീപൻ കുര്യാക്കോസ്, അതുപോലെ നമ്മളെ ക്ഷണിച്ചു വരുത്തിയ ഡോക്ടർ കാസിം ഹസനക്ക, അതുപോലെ അൻവർ നഹ, പിന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും എല്ലാവരെയും ഞാൻ വന്നതിൽ വളരെ അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം ഇത്രയും നന്നായിട്ട് നടത്താൻ സഹായിച്ച എല്ലാ കോർ കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ശ്രീ ഉമർ അലി. ബഹുമാനപ്പെട്ട ശ്രീ സുനിൽ പോൾ, ആശ്രയത്തിൻ്റെ ഫൗണ്ടർ സെക്രട്ടറിയാണ്. 22 കൊല്ലം മുമ്പ് എനിക്ക് ഈ മൈക്ക് തന്ന ആളുമാണ്. ആ നന്ദിയും എന്നും എനിക്ക് സുനിൽ ചേട്ടനോടുണ്ട്. ഫിനസ് സോഫ്റ്റ്വെയറിൻ്റെ MDയും കൂടിയാണ് അദ്ദേഹം. താങ്ക് യു അജാസ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആശ്രയത്തിൻ്റെ പ്രസിഡന്റ് റഷീദിക്ക, നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനായ ശ്രീ MB ഡീൻ കുര്യാക്കോസ് എൻ്റെ അയൽവക്കംകാരനാണ്. ആശ്രയത്തിൻ്റെ സെക്രട്ടറി ദീപു തങ്കപ്പൻ, കൺവീനർ ഷംസു നെടുവണ്ണിൽ, നമ്മുടെ പേട്രൻസായിട്ടുള്ള ഒമറിക്ക, ഇസ്മായിൽ റാവുത്തർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഹസനിക്ക, കാസിമിക്ക, മറ്റെല്ലാ വിശിഷ്ടാതിഥികളോടും എനിക്കുള്ള സ്നേഹവും ആദരവും അറിയിക്കട്ടെ. 25 വർഷങ്ങൾക്ക് മുമ്പ് ആശ്രയം രൂപീകരിച്ചപ്പോൾ ഒരിക്കൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല ഇത് ഇത്രയും വലിയ ഒരു ഫാമിലിയായി മാറുമെന്ന്. അന്ന് അബുദാബി റെയിൻബോ ഹോട്ടലിൽ വെച്ചിട്ട് ഇതിൻ്റെ ഏതാണ്ട് 4 ഒരു റൂമിൽ ഏതാണ്ട് ഒരു 25-30 പേര് കൂടി ഒഫീഷ്യലായിട്ട് സംഘടിപ്പിച്ച ഒരു ചെറിയ കൂട്ടായ്മയാണ്, പ്രസ്ഥാനമാണ് ആശ്രയം. പക്ഷെ അതിൻ്റെ രസകരമായ കാര്യം, അന്നും അതിൻ്റെ രക്ഷാധികാരി ഒമറിക്ക നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ ഇസ്മായിൽ റാവുത്തർ ഇന്നും കൂടെ ഉണ്ടായിരുന്നു. റഷീദിക്ക വളരെ ഗംഭീരമായിട്ട് അന്നും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി ആളുകൾ ഇപ്പോഴും കോർ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അസീസൊക്കെയുണ്ട്, സജിയുണ്ട്, അങ്ങനെ പലരുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത്, അജാസ് പറഞ്ഞത് 2 മിനിറ്റേ സംസാരിക്കുകയുള്ളതാണ്. 25 വർഷത്തെ ലെഗസി 2 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ പറയാം. കാരണം ആശ്രയം തുടങ്ങിയത്, ഇവിടെ അജാസ് പറയണ്ടായി, ആ സമയത്ത് നമ്മൾ പൈസ സ്വരൂപിച്ചത് രക്തം ദാനം ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആ സമയത്ത് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ നമ്മൾ താമസിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ലൈറ്റ്സും ഈ കാണുന്ന കളറും ഈ കാണുന്ന എല്ലാ മോഡികളും, വലിയ കാറുകളും വലിയ വീടുകളും വില്ലകളും എല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു പ്രവണതയുള്ള സ്ഥലമാണിത്. ഞാൻ എൻ്റെ 27 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് പല ആളുകളും നമ്മുടെ നാട്ടുകാരുൾപ്പെടെ പെട്ടെന്ന് ഒരുപക്ഷെ മരണപ്പെടുകയോ അതല്ലാതെ തന്നെ മറ്റുള്ള കാരണങ്ങളാൽ വളരെ പെട്ടെന്ന് ഈ നാട് വിടേണ്ടതായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു താങ്ങിൻ്റെയും തണലിൻ്റെയും കൂട്ടായ്മയുടെയും ഇമ്പോർട്ടൻസ് നമുക്ക് പലപ്പോഴും വരുന്നത്. കാരണം പെട്ടെന്ന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, പെട്ടെന്ന് ഒന്നുമില്ലാതാകുന്ന, എല്ലായ്മകളിൽ നിന്ന് ഒന്നുമില്ലാത്തതിലേക്ക് എത്തുന്ന ഒരവസ്ഥ. ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ 1998 പൈങ്ങോട്ടൂരിന്ന്, ഒരുപക്ഷെ അതിന് മുന്നേ ഇന്ത്യയിൽ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് മസ്കറ്റിൽ ആദ്യം വന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്ത് ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കം ആളുകൾ, അതായത് ഒരു പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ വളരെ വ്യത്യാസമാണ്. ഇന്നിപ്പം
നമ്മുടെ ഓരോ വീടുകളിലും, അയൽവക്കത്തെ ഓരോ വീടുകളിലും അറ്റ്ലീസ്റ്റ് 1-2 പേര് ഒന്നുകിൽ പുറത്താണ്. ഒരുപക്ഷെ അവർ ദുബായിലാവില്ല, അവർ ചിലപ്പോൾ US-ലാവാം, ചിലപ്പോൾ യൂറോപ്പിലാകാം, ചിലപ്പോൾ അവർ ഫാർ ഈസ്റ്റിലാകാം, ഒരുപക്ഷെ ഓസ്ട്രേലിയയിലാകാം, ഈവൻ ന്യൂസിലൻഡിലാകാം. അതുമല്ല നമ്മുടെ വളരെ തണുത്ത ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ആളുകളുണ്ട്. പക്ഷേ ഇവരെല്ലാവരും നമ്മളും എല്ലാവരും ചെയ്യുന്ന ഗ്രൂപ്പ് ചെയ്യുന്ന ഒരേ ഒരു ബ്രാൻഡാണ് NRI എന്ന് പറയുന്നത്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്. നമ്മളെല്ലാവരും ഓക്കെ, നമുക്ക് 3000 രൂപ കോതമംഗലത്തുനിന്നുള്ളവരെ കുറിച്ച് പറയാം. പക്ഷേ ഇവരിൽ ഒരാൾക്ക് പോലും ഇത്രയധികം ഫൗണ്ടേഷനായിട്ട് 1500 മെമ്പേഴ്സുള്ള ഒരു സംഘടന മൂവാറ്റുപുഴ കോതമംഗലം നമ്മുടെ പ്രദേശത്ത് നിന്ന് ഇത്രയധികം NRIs ഉള്ള ഒരിടത്തും ഉണ്ടായിട്ടില്ല. ആശ്രയത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ 25 പേര് 35 പേരിൽ തുടങ്ങിയ സംഘടന ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മൾ വളരെ വലുതായി നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവാരണ്യ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കലാപ്രവർത്തനങ്ങളിലോ, ഇപ്പോൾ നമ്മുടെ പല രീതിയിലുള്ള പോഷക സംഘടനകൾ, ഇപ്പോൾ ആശ്രയത്തിൻ്റെ മ്യൂസിക് ക്ലബ്ബ് ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ലേഡീസ് വിങ് ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മൂവാറ്റുപുഴ കോതമംഗലത്തിൻ്റെ ഇടയിൽ തന്നെയുള്ള ചില പോഷക സംഘടന, ഇങ്ങനെ ഇത്രയധികമായിട്ട് 1500 പേര് ഒന്നിച്ച് ഒരു ഫാമിലി ആയിട്ട് പരസ്പരം നമ്മൾ ഓക്കെ നിനക്ക് നാളെ ഞാൻ ഉണ്ടാകാം, അപ്പോൾ നമ്മൾ ഒറ്റപ്പെടാത്തൊരവസ്ഥ. ഈ അടുത്തിടെ നമ്മുടെ ഈ ദുബായിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയുടെ ഒരു കുട്ടി UK-യിൽ പോയിട്ട് മരണപ്പെടുകയുണ്ടായി. വളരെ ദയനീയമായ ഒരവസ്ഥയായി പോയി. കാരണം വെച്ചാൽ കുട്ടിയുടെ അച്ഛൻ വേറൊരു സ്ഥലത്ത്, വേറൊരു രാജ്യത്ത്, അമ്മ വേറൊരു രാജ്യത്ത്. ആ കുട്ടിയുടെ റിപ്പാട്രിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വിസയ്ക്ക് എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മുടെ ഈ ഒരു ലോകത്തിലെ മൂവാറ്റുപുഴ കോതമംഗലത്തുള്ള എല്ലാ പ്രവാസികൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ആശ്രയം ഇന്ന് ഇത്ര വലിയൊരു മദർ സംഘടനയായിട്ട് വളർന്നത്. നിങ്ങളെല്ലാവരും ഇതോടൊപ്പം ഒന്നു ചേർന്നത്, നിങ്ങളെല്ലാവരുടെയും സഹകരണവും സ്നേഹത്തിനും എപ്പോഴും നന്ദി പറയുന്നു. ഞാൻ ആശംസ പറയാൻ, ഞാൻ പുറത്തെ ഒരാളല്ല, ഞാൻ അകത്തെ ഒരാളാണ്. താങ്ക് യു ഓൾ. താങ്ക് യു. അടുത്തതായി ഒരു ചെറിയ ഒരു മൊമെൻറ്റോ കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അദ്ദേഹം നമ്മുടെ മൂവാറ്റുപുഴ സ്വദേശിയാണ്, ഷിയാസ് ഹസൻ. He is the India GCC Trade Ambassador and his role has been instrumental in strengthening the ties and promoting investments. Also ഷിയാസ് ഹസൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള മൊമെൻറ്റോ കൈമാറുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട MP ഇടുക്കിയുടെ NP ഡീൻ കുര്യാക്കോസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ആശ്രയത്തിൻ പ്രസിഡന്റ് ശ്രീ റഷീദ് കോട്ടയിൽ. സിനിമാ ലോകത്തും അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സിനിമാ കമ്പനി പുതിയ ഒരു നരിവേട്ട എന്ന ടോവിനോ തോമസും സുരാജ് വെഞ്ഞാറമൂടും എല്ലാം താരങ്ങളാകുന്ന പുതിയ സിനിമയും പ്രദർശനത്തിനായി ഒരുങ്ങുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്ലീസ്. GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായി മലയാളിയായ ഷിയാസ് ഹസൻ നിയമിതനായി. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഷിയാസ് ഹസൻ പറഞ്ഞു. GCC ഇന്ത്യ ട്രേഡ് അംബാസിഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ഷിയാസ് ഹസൻ. 5 വർഷത്തേക്കാണ് GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായി ഷിയാസ് ഹസന്റെ നിയമനം. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. 2021 കോവിഡ് സമയത്ത് $87.4 ബില്യൺ ആയിരുന്നു GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം. ഇത് 2023 $184 ബില്യൺ വർദ്ധിച്ചു. വ്യാപാരം കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഷിയാസ് ഹസൻ 24നോട് പറഞ്ഞു. ദുബായ് ആസ്ഥാനമായുള്ള റിച്ച്മോണ്ട് ഗ്രൂപ്പിന്റെയും മിഡിൽ ഈസ്റ്റ് ഓയിൽ ലിമിറ്റഡിന്റെയും ചെയർമാൻ കൂടിയാണ് ഷിയാസ് ഹസൻ. ട്രേഡ് അംബാസിഡറായി ഔദ്യോഗികമായി ചുമതലയേറ്റ ചടങ്ങിൽ GCC കൗൺസിൽ, ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നും വിവിധ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. 24 ഡൽഹി. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേര് നരിവേട്ട എന്നാണ്. അത് പ്രദർശനത്തിനായി ഒരുങ്ങുന്നു. ദീപു പ്ലീസ്. അടുത്തതായി ആശ്രയത്തിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റ്
സിനിമോൾ അലിക്കുഞ്ഞ് അവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ലേഡീസ് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു മൊമെൻറ്റോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് സിനിമോൾ അലിക്കുഞ്ഞിനെയും ലേഡീസ് വിങ് ഈ മൊമെൻറ്റോ സ്വീകരിക്കുന്നതിനായിട്ട് ഊർജ്ജസ്വലയായ ഞങ്ങളുടെ ലേഡീസ് വിങ്ങിൻ്റെ സെക്രട്ടറി ശ്രീമതി ശാലിനി സജി അവരെയും ക്ഷണിക്കുന്നു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ്. താങ്ക് യു. പ്രിയരെ, ആശ്രയത്തിൻ്റെ നെടും തൂണായി പ്രവർത്തിക്കുന്ന ലേഡീസ് വിങ്, അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉമറലിയുടെ വൈഫ്, ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സഹകരണം എത്ര പറഞ്ഞ 1000 വാക്കുകൾ പറഞ്ഞാലും തീരില്ല. അത്ര ശക്തമായിട്ട് ലേഡീസ് വിങ് നയിക്കുന്ന പ്രസിഡന്റ്, അതുപോലെ നയിക്കുന്ന സെക്രട്ടറി, ഈ രണ്ടും ഞങ്ങളുടെ നെടുതൂണായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ ലേഡീസ് വിങ് വളരെ ശക്തമായി നിൽക്കും എന്ന് യാതൊരു സംശയവും വേണ്ട. രണ്ടുപേരും ഞാൻ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക്. പ്ലീസ്. അടുത്തതായി ഇന്നത്തെ ഈ ഒരു ആശ്രയത്തിൻ്റെ കുടുംബസംഘത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചടങ്ങാണ്. ആശ്രയം എന്നും നമ്മുടെ ടാഗ് ലൈൻ പറയുന്ന പോലെ നാടിനും നാട്ടാർക്കും വേണ്ടിയുള്ളത് തന്നെയാണ്. ആശ്രയത്തിൻ്റെ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ചെടുത്ത പണം കൊണ്ട് നമ്മൾ വാങ്ങിയ ഒരു ആംബുലൻസ് സമാനതകളില്ലാത്ത നിരാലംബരും നിരാശ്രയവുമായ 1000-ഓളം ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന പീസ് വാലി എന്ന ഓർഗനൈസേഷന് കൈമാറുന്ന ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങിലേക്കായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ ഖാസിം, ചെയർമാൻ അൽ ഷിഫാൻ അൽ ഖലീജ് മെഡിക്കൽ ഗ്രൂപ്പ്, അദ്ദേഹം പീസ് വാലി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ശ്രീ VA ഹസൻ സാഹിബ്, അദ്ദേഹം ഫ്ലോറ ആൻഡ് SBK റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. ഒപ്പം പീസ് വാലിയുടെ വൈസ് ചെയർമാനും കൂടിയാണ് അദ്ദേഹം. ഞങ്ങളുടെ ആശ്രയത്തിൻ്റെ എന്നും ഞങ്ങൾക്ക് ഏറെ അഭിമാനമായ ഞങ്ങളുടെ ചാരിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം പീസ് വാലിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്, ശ്രീ സമീർ പൂക്കുഴി. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം KMCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ അൻവർ നഹ, അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ജോൺസൺ ജോർജ്, പീസ് വാലി UAE കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ ഷംസുദ്ദീൻ നെടുമണ്ണിലിനെയും ഒപ്പം അനുരാമത്തായിയെയും ഈ വേദിയിലേക്ക്, ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹവും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവപൂർവ്വം ക്ഷണിക്കുന്നു. ഫ്ലോറ ഗ്രൂപ്പിൻ്റെ ബഹുമാനപ്പെട്ട റാഫി സാറുണ്ട്, അദ്ദേഹത്തെയും പ്ലീസ്. ശ്രീ K കൃഷ്ണകുമാർ, യെസ്. അനുരാമത്തായി. ആശ്രയത്തിനു വേണ്ടി ഈ ചാവി കൈമാറുന്നത് ബഹുമാനപ്പെട്ട പ്ലീസ് പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ഈ ആംബുലൻസിന്റെ കീ കൈമാറുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി MP ആണ്. അത് ഏറ്റുവാങ്ങുന്നത് ഇങ്ങോട്ട് പീസ് വാലിയെ കുറിച്ച് നമ്മുടെ ബഹുമാനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ആശ്രയുടെ പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ റഷീദ് കോട്ടയിൽ, മറ്റ് ആശ്രയ ടീം മെമ്പർമാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ആശ്രയുടെ ഈ 25ാമത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതിലുപരി ആശ്രയുടെ ഈ കാരുണ്യം കൊണ്ട് നൽകിയ ഈ ആംബുലൻസ്
കാരുണ്യത്തിൻ്റെ പര്യായമായ പീസ് വാലിക്ക് ലഭിച്ചതിൽ അതിൻ്റെ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. പീസ് വാലിയെ പറ്റി ആശ്രയയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 25 കൊല്ലമെത്തിയ ആശ്രയ വെറും 7 കൊല്ലമായ പീസ് വാലി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഒറ്റയാൻ പട്ടാളം പോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി തുടങ്ങിയ പീസ് വാലി ഇന്ന് 1000-ഓളം വ്യക്തികളെ പരിചരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ എം പിക്ക് അഭിമാനിക്കാം, കോതമംഗലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പീസ് വാലി എന്നൊരു സ്ഥാപനമുണ്ട് എന്നുള്ളത് സത്യത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാനും പ്രിയ എൻ്റെ സുഹൃത്ത് ശ്രീ ഹസൻ അഹമ്മദ് ഫ്ലോറ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനും SBK മുതലായ കമ്പനികളുടെ സാരഥിയുമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ഞങ്ങൾ തൃശ്ശൂർക്കാർ സത്യത്തിൽ കോതമംഗലത്ത് പോയി ഇങ്ങനെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഇന്ന് തോന്നിപ്പോയി. എന്തെന്ന് വെച്ചാൽ ആശ്രയത്തിലെ സ്പോൺസർമാരെയും അതിൻ്റെ ഇൻഹൗസ് ആയിട്ടുള്ള ബിസിനസ്സുകാരെയും കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. വലിയൊരു ശക്തിയാണ് ഇന്ന് പ്രകടമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മതമൈത്രിയിലുമൊക്കെ 1-ാം നമ്പറായി ഇന്ത്യയിൽ നിൽക്കുന്ന നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ 1-ാം നമ്പർ ആവാനുള്ള ഒരു വലിയ ഒരു സ്ഥാപനമാണ് പീസ് വാലി എന്ന് ആശ്രയക്കാരായ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ടാഗ് ലൈൻ പോലെ ആശ്രയ നാടിനും നാട്ടുകാർക്ക് മാത്രമല്ല പീസ് വാലിക്കും കൂടി വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ പ്രിയങ്കരനായ MP എല്ലാവിധ സഹായങ്ങളും പീസ് വാലിക്ക് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും നമ്മളെല്ലാവരും കൂടി പീസ് വാലിയെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഞാൻ ഈ ഉപഹാരം സ്വീകരിക്കുന്നു. ഞാനും ഹസനും കൂടി പീസ് വാലിക്ക് വേണ്ടി ഈ ഉപഹാരം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളോട് ഞങ്ങളുടെ നന്ദി കടപ്പാട് അറിയുന്നു. എല്ലാ ആശ്രയം കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ആശംസകൾ. താങ്ക് യു. താങ്ക് യു സർ. 2 വാക്കുകൾ പ്ലീസ്. പീസ് വാലിയും കേരളത്തിലെ എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റാവുന്ന ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ മൂവാറ്റുപുഴക്കാരുടെയും അതുപോലെ തന്നെ ആ പ്രദേശത്തോടെ സ്ട്രെങ്ത് ഞങ്ങൾക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ഈ ആശ്രയവും കേരളത്തിലെ എല്ലാ ആളുകൾക്കും ആശ്രയിക്കാൻ പറ്റാവുന്ന, സാന്ത്വനം ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, നിരാലംബരായ എല്ലാവർക്കും ആശ്രമമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെപ്പോഴും നിങ്ങളെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു സർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും ഏകദേശം 3 കോടി രൂപയോളം ചെലവഴിച്ച് പീസ് വാലിയിൽ ഒരു പ്രൊജക്റ്റ് അവരും ഏറ്റെടുത്തിട്ട് ആ സന്തോഷവും അതിൻ്റെ നന്ദിയും നമ്മളും അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്ത സർ, ഒരു മിനിറ്റ് കൂടി. ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വെറുതെ ആലങ്കാരികമായി പറയുകയല്ല. ഞങ്ങളുടെ ചടങ്ങ് ഹങ്കർ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അവർ രൂപീകരിക്കുകയും നിർധനരായ രോഗികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ബഹുമാനപ്പെട്ട ശ്രീ അൻവർ ഖാൻ സാർ പ്ലീസ്. അദ്ദേഹവും ഒരു ആശംസ നമ്മളോട് പറയേണ്ടതാണ്. അദ്ദേഹം KMCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പോയത് ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. നമസ്കാരം. നമുക്കറിയാം, ഓരോ കൂട്ടായ്മയും UAE രൂപപ്പെടുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. നേരത്തെ ഇതിൻ്റെ പ്രസിഡന്റ് റഷീദ് കയുടെ പ്രസംഗത്തിലും നമ്മുടെ ഓഡിയോ വിഷ്വൽ അതിലും നമുക്ക് മനസ്സിലായി, ഒരു മരണമാണ് ആശ്രയമെന്ന് പറയുന്ന ഇന്ന് 25 വർഷം പിന്നിടുന്ന ഈ ഒരു വലിയ കൂട്ടായ്മയ്ക്ക് പ്രചോദനമായതിൽ കാരണമായത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ യാത്രയിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന, ഒരുപാട് പേർക്ക് താങ്ങായി നിൽക്കുന്ന ഒരു ചുമലായി മാറുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആദരണീയനായ MP അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളോടൊപ്പം പലകുറി ചെലവഴിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം
അത്രമേൽ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അന്നാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഏതൊരു ചെറിയ സഹായവും ഈ നാട്ടിൽ ആളുകൾക്ക് വലിയ പ്രചോദനമാകും, അവരെ ജീവിക്കാൻ അത് പ്രചോദിപ്പിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം UAE ഒക്കെ വരുന്ന ആളുകൾ സാധാരണക്കാരായ ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ സഹായങ്ങൾ നിരന്തരമായി അവർക്ക് വേണ്ടി വരും. ഒരുപക്ഷെ നേരത്തെ ഇതിൻ്റെ ഒരു ഡയറക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കണ്ട കാഴ്ചകൾ അദ്ദേഹം വിവരിച്ചു. നല്ല നിലയിൽ നടന്ന ആളുകൾ പിന്നീട് ഒന്നുമല്ലാണ്ടാകുന്ന ഒരു കാഴ്ച, അത് UAE സർവ്വസാധാരണമാണ്. അവിടെയൊക്കെ ആശ്വാസത്തിൻ്റെ ഒരു തീരമായി മാറുവാൻ ആശ്വാസത്തിന് കഴിയണം എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹങ്കർ ഫ്രീ കോതമംഗലം എന്ന ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ ലേഡീസ് വിങ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വർഷത്തേക്ക് നിർധനരായ എല്ലാ രോഗികളെയും ഒരു വർഷത്തേക്ക് എല്ലാ നിർധനരായ മുഴുവൻ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കാവുന്ന അതിനുള്ള തുക ഇന്ന് ഹങ്കർ ഫ്രീ പ്രോജക്റ്റിൻ്റെ UAE കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ ജോൺസൺ ജോർജിന് കൈമാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ്. ബഹുമാനപ്പെട്ട ശ്രീ ജോൺസൺ ജോർജ്, ഇത് കോതമംഗലത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലേഡീസ് വിങ്ങിൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷനാണത്. അവരുടെ അടുത്തായി നമ്മുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡയറക്ടറി ലോഞ്ചാണ്. അത് ദീർഘകാലമായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജിമ്മി കുര്യൻ, അദ്ദേഹത്തിൻ്റെ ഹങ്കർ ഫ്രീ എന്താണെന്ന് ജോൺസൺ ഒരു വാക്ക്. നമസ്കാരം. നമ്മളുടെ കോതമംഗലത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ മലയോര പ്രദേശത്തുള്ള ഒട്ടനവധി നിർധനരായ രോഗികൾക്കുള്ള ഒരു ആശാകേന്ദ്രമാണ് ഈ താലൂക്ക് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന രോഗികൾക്കും അവർക്കുള്ള കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയിട്ട് അവിടെ ഫുഡ്, നമുക്കറിയാം ഗവൺമെൻറ് സൈഡിൽ നിന്ന് അവർ കൊടുക്കുന്ന രാവിലത്തെ ഒരു പ്രഭാത ഭക്ഷണം മാത്രമാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഉച്ചത്തെ ഫുഡും വൈകിട്ടത്തെ ഫുഡും പല രോഗികൾക്കും കിട്ടാറില്ല. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ആശുപത്രിയിലെ സൂപ്രണ്ടൻ്റ് ഡോക്ടർ സാംപോള് ഈ ഒരു ആശയം മുന്നോട്ട് വച്ചതും ഇവർക്ക് വേണ്ടുന്ന ഒരു സഹായഹസ്തവുമായിട്ടൊരു കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ കീഴിൽ ഇന്ന് മാസം മുഴുവനും ഓരോ സംഘടനകളെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഹങ്കർ ഫ്രീ പ്രോജക്റ്റ്. അപ്പോൾ അതിന് ഒരു വർഷത്തേക്ക് 1,20,000 രൂപയാണ് 2 നേരം ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു തുക. അത് നമ്മളുടെ ഈ സംഘടനയിൽ തന്നെയുള്ള പല വ്യക്തികളും ഇതിനകം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ സമീർ പൂക്കുഴി ഇതിനെ ഒരു ആശയമായിട്ട് മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ അവിടെ അവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ കിച്ചൺ റിനോവേഷന് വേണ്ടിയിട്ട് നല്ലൊരു തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമീർ പൂക്കുഴിയെ ആശ്രയിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുക്കുകയും ആ കിച്ചൻ്റെ റിനോവേഷൻ മുഴുവൻ അദ്ദേഹം തന്നെ നടത്തുകയും കൂടാതെ ഒരു വർഷത്തെ പേഷ്യൻറ്റിനുള്ളൊരു തുക കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ആശ്രയത്തിലുള്ള പല വ്യക്തികളും ഈ ഒരു സംരംഭത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഏകദേശം 100 ആളുകളോളം ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇതിനോട് ഭാഗവാക്കാവാനും സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ആശ്രയത്തിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് നാം തുടരുന്നത്. താങ്ക് യു. അതുമായിട്ട് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡയറക്ടറി ലോഞ്ചാണ്. ആശ്രയത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ഡയറക്ടറി, അതിൻ്റെ ലോഞ്ചിനായിട്ട് അതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ശ്രീ ജിമ്മി കുര്യൻ, മുഹമ്മദ് റഫീഖ്, ശ്രീ ജിതിൻ എന്നിവരെ ക്ഷണിക്കുന്നു. ജിതിൻ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ആശ്രയത്തിൻ്റെ പ്രസിഡന്റ് റഷീദിക്ക, നമ്മുടെ പ്രിയങ്കരനായ MP ഡീൻ ഒമറിക്ക, ബാക്കി ഇത്ര പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ ഈ
നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ഡയറക്ടറി മാത്രമാണ് വിചാരിച്ചത്. പിന്നെ ആ ഡയറക്ടറി നമ്മൾ ചേഞ്ച് ചെയ്ത് ആശ്രയത്തിനൊരു വെബ്സൈറ്റായിട്ട് മാറ്റാൻ പറ്റി. എന്നിരുന്നാലും ഇത്ര പ്രഗത്ഭരായ വ്യക്തികളുടെ മുമ്പിൽ ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ റിയലി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. റിയലി ഐ എം വെരി പ്രൗഡ്. അതൊരു നിയോഗമായി ഞാൻ കണക്കാക്കുന്നു. നമ്മൾ ഇപ്പോൾ ആശ്രയത്തിൻ്റെ വെബ്സൈറ്റ് ഒന്ന് പ്ലേ ചെയ്യും. ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. നമ്മളുടെ ഈ വെബ്സൈറ്റിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും പേര്, ഫോൺ നമ്പർ, വാട്സാപ്പ് നമ്പർ, നാട്ടിലെ അഡ്രസ്സ്, നാട്ടിലെ കോണ്ടാക്ട് നമ്പർ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചുരുക്കം ചില ആളുകളുടെ ലാസ്റ്റ് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ മേ ബി അതിൻ്റെ അകത്ത് ഉണ്ടാകില്ല. എന്നിരുന്നാലും സദയം ക്ഷമിക്കുക. ഇത്രയും നല്ലൊരു ഇത് ഡയറക്ടറി ചെയ്യാൻ സാഹചര്യം എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിനെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു തെറ്റായി പോകുന്നത്. ഒത്തിരി പ്രവർത്തിച്ചതാണ് ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ കമ്മിറ്റി എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ശാലിനി സജി, ആശ്രയത്തിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ സെക്രട്ടറി, ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വളരെ എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട, എല്ലാവരെയും അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്കായി ഒരുങ്ങുന്നു. ശാലിനി സജി, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്നെത്തിയിട്ടുള്ള ആശ്രയത്തിൻ്റെ ഒരു കുടുംബാംഗമായ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് ആശ്രയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ആശ്രയത്തിൻ്റെ എല്ലാമായ ആശ്രയത്തിൻ്റെ പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ, നമ്മുടെ റഷീദയ്ക്കും ആശ്രയം ഓരോ പ്രോഗ്രാമുകൾക്കും ആദ്യോടന്ത ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആശ്രയത്തിൻ്റെ സെക്രട്ടറി ദീപു തങ്കപ്പനും, ഞങ്ങളുടെ ലേഡീസ് വിങ്ങിൻ്റെ മുഖ്യ ലീഡറായി പ്രവർത്തിക്കുന്ന എല്ലാ ഗൈഡ്ലൈൻസും നൽകുന്ന നമ്മുടെ സിനിമോൾ അലിക്കുഞ്ഞ് ഇത്തയ്ക്കും ആശ്രയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ആശ്രയം ഹൃദയ സംഗമം 2025 ഇത്ര ഭംഗിയായി നടത്താൻ ഇതിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് നേതൃത്വം നൽകിയ പ്രോഗ്രാം കൺവീനർ ഷംസുദ്ദീൻ നെടുമണ്ണിലിനും ആശ്രയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി പീസ് വാലി അഡ്വൈസറി ബോർഡ് UAE അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ ഹാസിം, വൈസ് ചെയർമാൻ ഹസനിക്ക, KMCC ജനറൽ സെക്രട്ടറി അൻവർ റഷീദ്, അൻവർ നഹ എന്നിവർക്കും ആശ്രയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് എല്ലാ എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് ആശ്രയം രക്ഷാധികാരികളായ ഉമർ അലി, നജി ജെയിംസ്, സമീർ പൂക്കുഴി, സുനിൽ പോൾ, ജിജി ആൻ്റണി എന്നിവർക്കും ആശ്രയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആശ്രയം ഹൃദയ സംഗമം 2025 ഇത്ര ഭംഗിയായി നടത്താൻ നമുക്ക് എല്ലാ സപ്പോർട്ടും നിന്ന നമ്മുടെ എല്ലാ മെയിൻ സ്പോൺസേഴ്സിനും സപ്പോർട്ടിംഗ് സ്പോൺസേഴ്സിനും ആശ്രയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ആശ്രയത്തിൻ്റെ എല്ലാ കാലത്തെയും മെയിൻ പില്ലേഴ്സായ ആശ്രയം കോർ കമ്മിറ്റി മെമ്പേഴ്സ്, ലേഡീസ് വിങ് മെമ്പേഴ്സ്, ലേഡി കമ്മിറ്റി മെമ്പേഴ്സ്, റീജിയണൽ വൈസ് ഭാരവാഹികൾക്കും ആശ്രയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആശ്രയം ഹൃദയ സംഗമം 2025 ഇത്ര ഭംഗിയായി നമുക്ക് നടത്താൻ എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ടുള്ള എല്ലാ പ്രോഗ്രാം കമ്മിറ്റി കൺവീനേഴ്സിനും മെമ്പേഴ്സിനും ഞാൻ ആശ്രയത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ശ്രീ ഫാസിൽ ബഷീറിന് ഞാൻ ആശ്രയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി നടത്താൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആശ്രയത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ആശ്രയത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പറയേണ്ട ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആശ്രയത്തിൻ്റെ എല്ലാം നമ്മുടെ ഈ കുടുംബാംഗങ്ങളാണ്. അലൈൻ, അബുദാബി, നോർത്തൻ എമിറേറ്റ്, ഷാർജ, ദുബായ് എല്ലായിടത്തും വന്നുകൂടി ഇത്രയും ക്രൗഡായി വന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഇത്ര വിജയിപ്പിക്കാൻ
സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാ ആശ്രയം കുടുംബാംഗങ്ങൾക്കും ആശ്രയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഔദ്യോഗികമായ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു.